ഹായ് എവരി വൺ, വെൽക്കം ടു കോഡ് കോഡേഴ്സ് മലയാളം യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പാറ്റേണിൽ റീസെൻ്റ് ആയിട്ട് കുറേ പേരോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. ഞാൻ എന്ത് ചെയ്തു തരാം, ഇത് ലാസ്റ്റ് ലൂപ്പിൻ്റെ വർക്കും കാര്യങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് കുറച്ച് വേരിയബിൾസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് മാറ്റാട്ടോ. ഇൻ്റെ സ്റ്റാർട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. സ്റ്റാർട്ട് നമുക്ക് 1 നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതൊക്കെ ഇവിടെ ജസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെ മാറ്റാം. നെക്സ്റ്റ് ഇൻറ്റ് വേറെ നമുക്ക് എന്താ ആവശ്യമുള്ളത്, ഇപ്പോൾ അതിൻ്റെ തമ്മിലുള്ള എലമെൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഡിഫ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഡിഫ് എന്ന് പറഞ്ഞാൽ 2 എന്ന് കൊടുക്കാം. കാരണം ഇവിടെ നോക്കുക, ജസ്റ്റ് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 1 3 5 7 9. ഓക്കെ, ഇതിൽ തമ്മിലുള്ള ഓരോ എലമെൻറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, അങ്ങനെ കൊടുത്ത് ഇനി നെക്സ്റ്റ് നമുക്കൊരു മെയിൻ ഫോർ ലൂപ്പ് വേണം അല്ലേ, അതായത് ഔട്ടർ ലൂപ്പ്. ഈ ഔട്ടർ ലൂപ്പിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ റോസിൽ താഴോട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ഐൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 0 നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ടോട്ടൽ ഇവിടെ വരുന്നത് 5 റോസിലായിട്ട് വരുന്നുണ്ട്. 1 2 3 4 5. ഓക്കെ, അപ്പോൾ താഴോട്ട് ഐ 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ <5 വരെ മതി. ഓക്കെ, ഐ <5 എന്ന് കൊടുക്കാം. നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഓരോ തവണയും എന്ത് ചെയ്യും, ഇപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ ചേഞ്ച് ചെയ്യും, താഴോട്ട് പ്രിൻറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കേണ്ടതുണ്ട്, /n കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻറ്റ് നം എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഓരോ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ റോസിൽ വരുന്ന ടൈമിലും സ്റ്റാർട്ടിങ് കണ്ടോ മാറുന്നുണ്ട്. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ 1 ആണ് വരുന്നത്, പക്ഷേ നെക്സ്റ്റ് വരുന്ന ടൈമിൽ കണ്ടോ 3 ആയിട്ട് മാറുന്നുണ്ട് സ്റ്റാർട്ടിങ്, പിന്നെ 5 7 9. അപ്പോൾ അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ കറക്റ്റ് ഉണ്ടോ, നമ്മൾ ആ ഒരു ഇക്വേഷൻ ഏകദേശം കറക്റ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പോൾ പ്രിൻറ്റിങ് നമുക്ക് ഓക്കെയാണ്, 2 ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ മതി. ഈ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ 1 കഴിഞ്ഞ് 3 പിന്നെ 5 7 9 ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ എന്താ ചെയ്യുക, നം എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇന്നർ ഫോർ ലൂപ്പിനകത്ത് എന്ത് ചെയ്യുക, പ്രിൻ്റ് ഓക്കെ ഒരു ഇന്നർ ഫോർ ലൂപ്പ് കൊടുക്കാം. ഇവിടെ ഇൻറ്റ് ജെൻ്റെ വാല്യൂ എത്രയാണ്, ഐയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് എവിടെയാണ്, സോറി ജെ ഏത് വരെ വരിക, 5 വരെ. ഓക്കെ, ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് എന്താ യൂസേജ്, അതായത് ഓരോ റോസിലും നമുക്ക് ഐൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറി വരും അല്ലേ. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ എത്ര എണ്ണം വരിക, 4 ഓക്കെ സോറി 5 പ്രിൻ്റ് ചെയ്യിക്കും, പിന്നെ അത് 4 ആവും. കാരണം അതിൻ്റെ വാല്യൂ ഒന്ന് കൂടുമ്പോൾ എന്ത് ചെയ്യും, 1 നിന്ന് <5 വരെയാണ് പോവുക. അപ്പോൾ 1 നിന്ന് 4 വരെ പോവുക പറയുമ്പോൾ കറക്റ്റ് 4 പ്രിൻ്റ് ചെയ്യിക്കുള്ളൂ. പിന്നെ നെക്സ്റ്റ് അതിൻ്റെ വാല്യൂ ഒന്നുകൂടി കൂടുമ്പോൾ 2 നിന്ന് 4 വരെ പോവുക പറയുമ്പോൾ അപ്പോൾ അത്രേ പ്രിൻ്റ് ചെയ്യിക്കുള്ളൂ. അപ്പോൾ 3 2 1 അങ്ങനെ പ്രിൻ്റ് ചെയ്യിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് പ്രിൻ്റ് എന്ത് കൊടുക്കാം, നമുക്ക് എന്താ പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്, %d എന്ന് പറഞ്ഞിട്ട് ഒരു സെമിക്കോളൻ ഇടുക, സോറി സെമിക്കോളൻ അല്ല ഡബിൾ കോട്ട്സ്, %d ഒരു കോമ ഇട്ടിട്ട് എന്ത് കൊടുക്കുക, നം എന്ന് പറയുന്ന വേരിയബിൾ പ്രിൻ്റ് ചെയ്യിക്കാം നമുക്കിവിടെ. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പ് കഴിഞ്ഞാൽ പ്രിൻ്റ് എന്ത് കൂടി കൊടുക്കുക, /n എന്നും കൂടി കൊടുക്കാം. ഇപ്പം ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ എത്രയാണ്, ഫുള്ള് 1 ആയിരിക്കും പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് ആ ഒരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്, അതായത് എങ്ങനെയാണ് വേണ്ടത് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. ജസ്റ്റ് വേണമെങ്കിൽ നമുക്കൊരു സ്പേസ് കൂടി അവിടെ കൊടുക്കാം അല്ലേ. ഓക്കെ, ഈ ഒരു %d കഴിഞ്ഞിട്ട് നമുക്കൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. കാണോ, അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പക്ഷേ ഇനി നമ്മൾ ഇതിൻ്റെ നമ്പേഴ്സ് പ്രിൻ്റ് ചെയ്യിക്കുന്നത് മാറ്റണം നമ്മൾ. അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് നം 1 ആണ് കിട്ടേണ്ടത്. ഓക്കെ 1 തന്നെ കൊടുക്കാം, നമുക്ക് ഇവിടെ ചേഞ്ച് ആക്കുന്നില്ല. ഇപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് തന്നെയല്ല. ഇനി ഇതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, മാറ്റണം. ഓക്കെ, നമ്മിൻ്റെ വാല്യൂ ഓരോ തവണയും മാറ്റി കഴിഞ്ഞാൽ നം പ്ലസ് അസൈൻ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ ഡിഫ് കൂട്ടാം നമുക്ക്. ഓക്കെ, ഞാൻ ഇതൊക്കെ മാറ്റിയിട്ട് ഒന്നുകൂടി സിമ്പിളാക്കി തരാം കേട്ടോ. ഇത് ഡിഫ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, കണ്ടോ 1 3 5 7 9 എന്ന് പറഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. 1 3 5 7 9 ഇതിങ്ങനെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയിട്ടില്ല. അത് കാരണം എന്താ, സ്റ്റാർട്ടിങ് മാറാത്തത് കൊണ്ടാണ്. ബാക്കിയൊക്കെ കറക്റ്റ് തന്നെയാണ്. 3 5 7 ഓക്കെ 5 7 9 7 9 എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ നടക്കുന്നത് എന്ത് തന്നെയാണ്, 2 വീതമാണ് അതിൽ ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് ഉള്ള ഇത് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റത്തെ കേസിൽ ഓക്കെ 1 ആണ് കിട്ടേണ്ടത്, പിന്നെ നമുക്ക് 3 കിട്ടണം, പിന്നെ 5 കിട്ടണം, പിന്നെ 7 പിന്നെ 9 അങ്ങനെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ടിൻ്റെ കൂടെ എന്ത് ചെയ്യുക, സ്റ്റാർട്ടിൽ ഇപ്പോൾ 1 അല്ലത്. ഓക്കെ,
അപ്പോൾ ഫസ്റ്റ് ഒന്ന് തന്നെ കിട്ടണം. ഇനി ഐ ഉണ്ട് നമ്മുടെ കയ്യിൽ, ഐൻ്റെ കൂടെ എന്ത് ചെയ്യുക, ഡിഫ് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഐൻ്റെ കൂടെ ഡിഫ് ഇൻറ്റു ചെയ്യുക എന്ന് പറയുമ്പോൾ ഡിഫിൽ 2 ആണ് ഉള്ളത്. ഓക്കെ, 2 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ കേസിൽ എത്ര വരിക, അതിൻ്റെ വാല്യൂ 0 ആണ്. 2 ഇൻറ്റു ഐ എന്ന് പറയുമ്പോൾ ഓക്കെ 0 ആണ് വരിക. ഓക്കെ, എന്നിട്ട് പിന്നെയാണ് സ്റ്റാർട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 0 + 1 എന്ന് പറയുമ്പോൾ 1 ആണ് ഫസ്റ്റത്തെ കേസിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഇതൊന്നുകൂടി സിമ്പിളാക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇനി ഇത്രേ ഉള്ളൂ. ഇത് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഔട്ട്പുട്ട് കറക്റ്റ് ആയിരിക്കും കേട്ടോ. 1 3 5 7 9. ഓക്കെ, ഇത് ഞാൻ ഒന്നുകൂടി മാറ്റിയിട്ട് ഈ ഒരു 2 എണ്ണം എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ജസ്റ്റ് ഒഴിവാക്കാം. എന്നിട്ട് ഈ സ്റ്റാർട്ടിന് പകരം എന്ത് കൊടുക്കാം, ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അതുപോലെ ഡിഫിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ഇവിടെ 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, ഇപ്പോഴും സെയിം ഔട്ട്പുട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇവിടെ ഡിഫ് എന്ന് പറയുന്ന വേരിയബിൾ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതുകൂടി മാറ്റിയിട്ട് എന്ത് ചെയ്യുക, ഇവിടെയും 2 എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, കണ്ടോ, ഇപ്പോഴും സെയിം ഔട്ട്പുട്ട് തന്നെയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നത് എന്താണ്, ഐൻ്റെ കൂടെ ആദ്യം എന്ത് ചെയ്യും, 2 ഐനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ കേസിൽ 0 എന്ന് കിട്ടും. 0ൻ്റെ കൂടെ +1 എന്ന് പറഞ്ഞു. ഈ +1 നമ്മൾ എൻഡിങ്ങിൽ കൊടുത്തു കഴിഞ്ഞാലും സെയിം തന്നെ ആയിരിക്കും കേട്ടോ. 2 കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, +1 എന്നിട്ട് കഴിഞ്ഞാലും ആദ്യം വർക്ക് ചെയ്യുന്നത് ഏതായിരിക്കും, മൾട്ടിപ്ലിക്കേഷനാണ്. എന്നിട്ട് പിന്നെയാണ് അഡീഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഐ ഇൻറ്റു 2 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും. നെക്സ്റ്റ് ഈ 3 കിട്ടുന്നത് എങ്ങനെയാണ്, ഓക്കെ 3 കിട്ടുന്നത് എന്ന് പറയുമ്പോൾ ഐൻ്റെ വാല്യൂ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു തവണ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഫോർ ലൂപ്പ് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ കേസിൽ നമുക്ക് 1 കിട്ടി. ഓക്കെ, ഇത് ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇടാം നമുക്ക്. ഫസ്റ്റത്തെ കേസിൽ നമുക്ക് 1 കിട്ടിയിട്ടുണ്ട്. കാരണം ഐ ഇൻറ്റു 2 + 1 നമ്മൾ ചെയ്തില്ലേ. ഐ ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 2 എത്രയാണ് വരുന്നത്, 0. 0 + 1 എന്ന് പറയുമ്പോൾ 1 കിട്ടി. ഞാൻ ഇതിൽ ഓരോ വാല്യൂസ് എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഇത് ഇന്നർ ലൂപ്പിലോട്ട് വരും. ഇന്നർ ലൂപ്പിൽ വന്നിട്ട് ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്ന് പ്രിൻറ്റ് ചെയ്തിട്ടില്ല. നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ ഈ ഒരു ഫോർ ലൂപ്പ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ്, 1 ആണ് ഫസ്റ്റത്തെ കേസിൽ വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ റോയിൽ എന്ത് ചെയ്യുന്നത്, 1 പ്രിൻറ്റ് ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഇന്നർ ഫോർ ലൂപ്പ് നമുക്ക് ഇവിടെ താഴെയായിട്ട് എന്ത് ചെയ്യിക്കാം, പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പോൾ ഇവിടെ 1 പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഇന്നർ ഫോർ ലൂപ്പാണ് നമ്മൾ നോക്കുന്നത്. നമ്മ് ആദ്യം എന്ത് ചെയ്തു, 1 പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, നം പ്ലസ് അസൈൻ 2 എന്ന് പറഞ്ഞിട്ട് കൂട്ടും. നമ്മിൻ്റെ കൂടെ, നമ്മിൽ 1 ആണുള്ളത്, 1ൻ്റെ കൂടെ എന്ത് ചെയ്യും, 2 കൂടി കൂട്ടും. അപ്പോൾ എത്ര കിട്ടുക, 3 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പോൾ ജെൻ്റെ വാല്യൂ ഐയിൽ നിന്നാണ് തുടങ്ങിയത്, അതായത് 0യിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓരോ തവണയും 0യിൽ നിന്നല്ല, കാരണം ഐൻ്റെ വാല്യൂ അനുസരിച്ച് 1 2 3 അങ്ങനെ ആവും. ഫസ്റ്റത്തെ കേസിൽ 0യിൽ നിന്ന് <4 5 വരെ, അതായത് 5 പൊസിഷനിലായിട്ട് എന്ത് ചെയ്യും, 5 കോളങ്ങളിലായിട്ട് പ്രിൻറ്റ് ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം ഐൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. അപ്പോൾ 1 പ്രിൻറ്റ് ചെയ്തു. പിന്നെ ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്യും. 1 ആവുന്ന ടൈമിൽ J<5 തന്നെയാണ്, അതും കറക്റ്റാണ്. അപ്പോൾ 3 പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് പ്രിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മിൻ്റെ കൂടെ എന്ത് ചെയ്യും, 2 ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, 3ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്യും, 2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 5 എന്ന് പറഞ്ഞ് കിട്ടും. അത് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു ലൂപ്പ് വീണ്ടും ചെക്ക് ചെയ്യും. ജെൻ്റെ വാല്യൂ ഐ എത്രയായി, 0 1 2 ആയി. അത് കഴിഞ്ഞാൽ 3. ഓക്കെ, അതും ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യാണ്, 3യും <5 തന്നെയാണ്, കറക്റ്റാണ്. അപ്പോൾ 7. ഓക്കെ, അത് കഴിഞ്ഞാൽ 4ലും വന്ന് 7 വന്ന്, നെക്സ്റ്റ് 9ഉം പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ഫോർ ലൂപ്പ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ റോ ഇത് കറക്റ്റ് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് കേസിൽ ഞാൻ ഒരു എന്ത് ചെയ്യുന്നു, ഇന്നർ ഫോർ ലൂപ്പുകൾ പറയുന്നത്. നെക്സ്റ്റ് കേസിൽ ഇവിടെ ഐൻ്റെ വാല്യൂ എന്താവും, 1 ആവുന്ന ടൈമിൽ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഐൻ്റെ വാല്യൂ 1 ആകുന്ന ടൈമിൽ ഇൻറ്റ് നം അസൈൻ, നം ഇപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഐൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 × 2 എന്ന് പറഞ്ഞിട്ട് അവിടെ ചെയ്യും. 1 × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ് കിട്ടുന്നത്. 2 + 1 എന്ന് പറയുമ്പോൾ 3. ഓക്കെ, ഇപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്, സെക്കൻഡ് റോയിൽ 3 എങ്ങനെയാണ് വരുന്നതെന്ന്. ഓക്കെ, അതുപോലെയാണ് ഓരോ ഇൻക്രിമെൻറ്റിലും ഇവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ്, ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യമാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ചെയ്തോ, ഞാൻ എന്ത് ചെയ്ത് തരാം, പറഞ്ഞുതരാം സെപ്പറേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാം നമുക്ക്. ബൈ.